ഹലോ ഗൈസ്, ദിസ് ഈസ് സുനീഷ് തമ്പാൻ. തമ്പാൻ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രണയം തന്നെയാണ് ഇന്നത്തെ വിഷയം. ഞാൻ ഇതിലൂടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കേണ്ട, നിങ്ങൾ പ്രണയിക്കേണ്ട 3 വ്യക്തികളെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പുറകിലുള്ള മനോഹരമായ സീനറിയൊക്കെ കണ്ടിട്ട് എവിടെയാണെന്ന് കരുതുന്നുണ്ടാവും അല്ലേ? ഇതാണ് വയലപ്പുറ പാർക്ക്. ഇത് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരേക്ക് പോകുമ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് പിലാത്രയ്ക്ക് അടുത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ അകത്തേക്കാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു പാർക്കാണ്, നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ. തീർച്ചയായും ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ ഒരു സായാഹ്നം മനോഹരമാക്കാൻ ഇത് ഒരു നല്ല സ്ഥലമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ലൊക്കേഷനെ കുറിച്ചിട്ട് പറയുന്നില്ല. വയലപ്പുറ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മനോഹരമായ സ്ഥലമാണ്. ഇന്ന് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ 3 പ്രണയവും 3 തരം ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. പ്രണയമെന്നാൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു വാക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു വേർഡ് മാത്രമായിരിക്കും പ്രണയം. അത് നിങ്ങളുടെ അടുത്ത് മറ്റൊരാൾ വന്ന് അന്വർത്ഥമാക്കുന്നത് വരെ. അങ്ങനെ അന്വർത്ഥമാക്കുമ്പോഴാണ് പ്രണയം പ്രണയമാകുന്നത്. നിങ്ങളുടെ ജീവിത കാലയളവിൽ നിങ്ങൾ ആസ്വദിക്കേണ്ട 3 തരം പ്രണയമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ടാവും, സാധാരണ നമ്മൾ ഒരു പ്രണയവും ജീവിതകാലം കൊണ്ട് അത് അവസാനിക്കുന്നതുമാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 30, 40, 50 വർഷം ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ. പക്ഷേ അവർക്ക് അത്രയും കാലം പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമായി തന്നെ അവശേഷിക്കും. കാരണം പല കാര്യങ്ങൾ കൊണ്ടും അവർക്ക് അവരുടെ ജീവിതം സർവൈവ് ചെയ്യേണ്ടി വന്നു. അതാണ് സത്യം. ഒന്നിക്ക് മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി. കാരണം അവർക്ക് പലപ്പോഴും മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. പക്ഷേ എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാലം മാറി, നിയമം മാറി, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറി. അപ്പോൾ അവർ മറ്റൊരു ഓപ്ഷൻ ആലോചിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പ്രണയത്തിന് വേണ്ടി ഒരു അടിയറവ് ഇനിയുള്ള കാലത്ത് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിത കാലയളവിൽ നിങ്ങൾ ആസ്വദിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രണയമാണ് ഞാൻ ഇന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മളിലെ ആദ്യ പ്രണയം ആരംഭിക്കുന്നത് +2, 10ാം ക്ലാസ്, +1 ഈ കാലയളവിലായിരിക്കും. ചില ആൾക്കാർക്കെങ്കിലും ഇതിന് മുന്നേയും തുടങ്ങിയിട്ടുണ്ടാവും ആദ്യ പ്രണയം. കുറച്ച് മുതിർന്ന ആൾക്കാർ, കുറച്ച് മെച്യൂർഡായിട്ടുള്ള ആൾക്കാർ അത് വെറും ഒന്നിനും കൊള്ളാത്ത പ്രണയം, അതൊരു വില കൽപ്പിക്കാത്ത പ്രണയം എന്നൊക്കെയാണ് പറയാറ്. യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായ, ഏറ്റവും മഹനീയമായ പ്രണയം ആ പ്രണയമാണ് ഫസ്റ്റ് ലവ്. അതിൽ മതമില്ല, ജാതിയില്ല, സാമ്പത്തിക ഭദ്രതയില്ല, ഒന്നുമില്ല. യഥാർത്ഥത്തിൽ പ്രണയം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിനെ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു ഐഡിയാലിസ്റ്റിക് ലവ് എന്ന് പറയാം. ഇതാണ് അടിസ്ഥാനപരമായ നമ്മുടെ പ്രണയം. ബാക്കിയുള്ള പ്രണയങ്ങൾ ഒക്കെ സാമ്പത്തികമായും അധികാരവും പല കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ട് പോകും. പക്ഷേ എന്നാൽ ഈ ലവിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. യഥാർത്ഥത്തിൽ ഈ ലവ്, ഈ പ്രണയം ആസ്വദിക്കുന്ന 2 പേരിൽ അവർക്ക് മറ്റ് ആരും ഒരു വിഷയമേ ആകുന്നില്ല. കാരണം ഇവർ പ്രണയിക്കുമ്പോൾ മറ്റാൾക്കാർ നമ്മളെ എന്ത് കരുതും എന്ന് ഇവർ ആലോചിക്കുന്നില്ല. നമ്മൾക്ക് എങ്ങനെ ഈ മനോഹരമായ പ്രണയം ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാത്ത അവസ്ഥ.
ഇതൊക്കെ ഈ പ്രണയത്തിലാണ് ഉണ്ടാകുക. ഓരോ മനുഷ്യനും ഓരോ പ്രണയിതാവും ജീവിത അവസാനം വരെ ഓർത്തുവെക്കുന്ന ഒരു മനോഹരമായ പ്രണയമായിരിക്കും അവരുടെ ഫസ്റ്റ് ലവ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒന്നാമത്തെ പ്രണയം. ഇനി ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ട രണ്ടാമത്തെ ലവ്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ലവ് ആണ്. ജീവിതത്തിൻ്റെ പല അവസ്ഥകളെയും നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു പ്രണയമാണ് ഇത്. ഈ പ്രണയത്തിൽ ഉള്ളവർ അവർ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ നല്ല കാഴ്ചപ്പാട് ഉള്ളവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പ്രണയത്തിന് വില പേശുന്ന അവസ്ഥ പോലും ഇതിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രണയം ഏത് നിമിഷം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങളും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ മറ്റൊരു റിലേഷൻഷിപ്പിന് ശ്രമിച്ച് എന്ന് പോലും വരാം. ആൾക്കാർ എത്തിപ്പെടുന്നത് യഥാർത്ഥ സ്ഥലത്ത് അല്ല എന്ന് ചുരുക്കം. അതായത് അവർ തെറ്റായ വ്യക്തിയുമായിട്ടാണ് ഇതിൽ പ്രണയത്തിൽ ആയിരിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഇവർക്ക് പ്രണയത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടാകില്ല, ബാക്കി എല്ലാ കാര്യത്തിനും ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രണയം ഒരു രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനത്തിനും ഇടയില്ലാത്ത പോലെ അകന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾക്ക് ഒരു നിയമത്തിനും ആര് ശരിയാണ് ആര് തെറ്റാണ് എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരുടെ ഭാഗത്തും ശരിയും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റും ഉണ്ടാകും. ഇവരുടെ പ്രണയത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. ഇവരുടെ പ്രണയം ഒരു സംഗീതം പോലെ എന്ന് പറഞ്ഞാൽ കുറച്ചധികമാകും, എങ്കിലും ഒരു സംഗീതം പോലെ പല സ്ഥലങ്ങളിൽ ഉയരുകയും പല സ്ഥലങ്ങളിൽ താഴുകയും, പല സ്ഥലങ്ങളിൽ വേഗതയിലും പല സ്ഥലങ്ങളിൽ മെല്ലെയും ഒക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും ഇവരുടെ ജീവിതം, ഇവരുടെ പ്രണയം മുന്നോട്ട് പോകുക. പക്ഷേ ഈ അനുഭവം കൊണ്ട് ഇവർക്ക് ഒരു ഗുണമുണ്ടാകും. ജീവിതത്തിൽ മനോഹരമായ ഒരു പ്രണയത്തിനെക്കുറിച്ച് ഇവർക്ക് ഉള്ള ഒരു പ്രതീക്ഷ ഇവിടെ ആരംഭിക്കുക എങ്കിലും ഉണ്ടാകും. ഇത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ പ്രണയം സ്വാഭാവികമായും ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും പിരിയാത്ത പ്രണയമായിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാവുക. സ്വാഭാവികമായി പറയാറുണ്ട്, മൂന്നാമത്തെ പ്രണയം ഏറ്റവും ലക്കിയസ്റ്റ് ലവ് എന്നാണ് പറയാറ് പൊതുവെ. ആദ്യ പ്രണയം ഒരിക്കലും മറക്കാത്തതും അത്രയും മനോഹരവും ആണെങ്കിൽ മൂന്നാമത്തെ പ്രണയം നിർവചനങ്ങൾക്കും അപ്പുറമായ ഒരു മനോഹരമായ പ്രണയ മഴ തന്നെയായിരിക്കും ഈ മൂന്നാമത്തെ പ്രണയത്തിൽ. ഈ പ്രണയിനികൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇത്രയും മനോഹരമായ ഒരു പ്രണയത്തെക്കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ എന്ന്. തീർച്ചയായും അതാണ് സത്യം. അവർ ചിന്തിക്കുന്നതിലും അപ്പുറമായ ഒരു മനോഹരമായ പ്രണയമായിരിക്കും ഈ മൂന്നാമത്തെ പ്രണയം. പ്രണയിനികൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കില്ല നമ്മുടെ പ്രണയം എങ്ങനെ ആയിരിക്കണം എന്ന്. കാരണം പ്രണയം എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത്, ആ പ്രണയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ആ പ്രണയം മനോഹരമായി തീരുന്നത്. സ്വാഭാവികമായും അധിക ആൾക്കാർക്കും പ്രണയം മനോഹരമാകാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അവർ മുൻകൂട്ടി കാര്യങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ പ്രണയം അത്ര മനോഹരമാകില്ല. നിങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും മനോഹരമാകുക. നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം നിശ്ചയിക്കുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഇഷ്ടികയോ സിമൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഖരവസ്തുക്കളോ ആണെങ്കിൽ
നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് അതിനെ നിർമ്മിക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് പ്രണയത്തിലാകുന്നത് രണ്ട് മനുഷ്യ ഹൃദയങ്ങളാണ്. അതിൽ ഒരു വ്യക്തി പ്രണയത്തെ ആദ്യമേ നിർവചിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രണയം പരാജയത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ പ്രണയത്തിൽ എത്തുന്ന ആൾക്കാർ ഒരിക്കലും മുൻകൂട്ടി ഒരു കാര്യങ്ങളും ചിന്തിക്കില്ല. അവരുടെ പ്രണയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ പ്രണയം മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ അവരുടെ പ്രണയമാണ്. പ്രണയം തീരുമാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിച്ച് അവരുടെ ആഗ്രഹത്തിന് ഒന്നിച്ചുള്ള ഒരു ജീവിതമാർക്കും ഒരു ജീവിതമായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോഴാണ് അതിൽ ഒരു വലിയ വിജയം പ്രണയത്തിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മുൻകൂട്ടി നിശ്ചയിച്ച ആൾക്കാർ ഞാൻ പ്രണയത്തിൽ ഇങ്ങനെയായിരിക്കും, അങ്ങനെയാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി നിർവചനങ്ങൾ കണ്ടുപിടിച്ച ആൾക്കാർക്ക് ഒരു 50% പരാജയം തന്നെയായിരിക്കും. ഇനി അല്ല, പരാജയമല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേർ ഒരു അടിമയായിരിക്കണം. കാരണം നിങ്ങൾ പറയുന്ന എല്ലാവരും അനുസരിക്കേണ്ട വരുന്ന അവസ്ഥ ഉണ്ടാകും. തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനത്തിന് ഇട നൽകരുത്. നിങ്ങളുടെ പ്രണയമായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോഴാണ് അത് മനോഹരമായി ഒരു പ്രണയ മഴയായി നിങ്ങളിൽ വന്ന് പതിക്കുന്നത്. അപ്പോഴാണ് ആ പ്രണയമഴ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വയലപ്ര പാർക്കും വ്യൂ പോയിൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ ഹൃദയത്തോട് സൂക്ഷിക്കേണ്ട 3 അനുഭവങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഇതിനു മുമ്പേ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് എൻ്റെ കൂടെ ക്യാമറ ചെയ്തത് രവീനാണ്. ഞാനും രവീണും ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് നമ്മൾ അതിലൂടെ ശ്രമിച്ചത്. തീർച്ചയായും നിങ്ങൾ കണ്ട് അഭിപ്രായം അറിയിക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.